ഹലോ എവ്രിവൺ. സാബു ചേട്ടാ, നിങ്ങൾ ആരാ? ബിഗ് ബോസ് സീസൺ 1 വിന്നറായി എന്ന് വെച്ചിട്ട് നിങ്ങൾ വലിയൊരു സംഭവമാണോ? ബിഗ് ബോസിൻ്റെ വലിയൊരു സംഭവമാണ് ഈ പറയുന്ന സാബു മോൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം. അനീഷിനെ കളിയാക്കുകയാണ് ഇദ്ദേഹം പറയുകയാണ് അനീഷ് PR കൊടുത്തിട്ടാണ് പോയത്, അങ്ങനെയൊക്കെ വിഷം തുപ്പുകയാണ്. മോനെ സാബു മോനെ, നിന്നോടൊരു കാര്യം പറയുകയാണ്. അനുമോളുടെ കയ്യിൽ നിന്ന് നീയാണോ 16 ലക്ഷം മേടിച്ചത്? അപ്പോൾ സാബു മോൻ പറയുന്ന ചില കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് സാബു മോനുള്ള ചുട്ട മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം സാബു മോൻ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് നോക്കാം. ഓക്കെ. ജോലി റിസൈൻ ചെയ്തിട്ട് 5 വർഷമായിട്ട് ഞാൻ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തരണം. 5 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ വരുന്ന ഒരാൾ, അപ്പോൾ അയാളുടേതായ PR സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ആ വീട്ടിനകത്തേക്ക് വരുന്നത്. നിങ്ങൾ കണ്ടോ സാബു ചേട്ടാ? നിങ്ങൾ കണ്ടോ അനീഷ് PR കൊടുക്കുന്നത്? നിങ്ങൾ കണ്ടതുപോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ലൈവായി നിങ്ങളുടെ അടുത്ത് നിന്നാണ് അനീഷ് PR കൊടുത്തത്. ആ രീതിയിലല്ലേ നിങ്ങൾ പറയുന്നത്? അനീഷ് 5 വർഷം വെയിറ്റ് ചെയ്തിട്ട് അനീഷിന് ചാൻസ് കിട്ടി, അദ്ദേഹത്തിന്റെ കഴിവാണ്. എത്ര പേരുണ്ട് 5, 6, 7 വർഷമായിട്ട് ബിഗ് ബോസിലേക്ക് പോകാൻ ഇങ്ങനെ ഇരുന്നത്? അതിലൊരാൾ അനീഷിന് ഭാഗ്യം കൊണ്ട് അനീഷ് പോയി. അതിന് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് സാബുമേനെ? ഓക്കെ, ഭാഗ്യം കൂടി കേട്ട് നോക്കാം. അപ്പൊ അവരാരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അപ്പൊ ആ ഗെയിം പ്ലാനിങ് കൊണ്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ഇങ്ങേര് പറയുന്നത് അനീഷിന്റെ PR പറഞ്ഞു കൊടുത്ത രീതിയിലാണ് അനീഷ് അവിടെ ഗെയിം കളിക്കുന്നത് എന്ന്. മോനെ സാബു മോനെ, നിന്നോടൊരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ നിങ്ങൾ എന്നാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് ഞാൻ നല്ല റെസ്പെക്ട് തരുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളെ ഈ ഒരു വർത്താനം കേൾക്കുമ്പോൾ നീ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, നിന്നോടൊരു കാര്യം ഞാൻ പറയുകയാണ് സാബു മോനെ. സാബു, നീ മനസ്സിലാക്കണം, ആരോരുമില്ലാത്ത പാവപ്പെട്ട ഒരു മനുഷ്യൻ ബിഗ് ബോസിൽ പോയി തകർക്കുമ്പോൾ നിനക്കൊക്കെ ഒരു കുരു പൊട്ടും. എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ പറയുന്നത് സാബു? അദ്ദേഹത്തിൻ്റെ കഴിവിലാണ് ഗെയിം കളിക്കുന്നത്. 1 രൂപയുടെ PR പോയിട്ട് കഞ്ഞു കുടിക്കുന്ന അതായത് അത്രയേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരനാണ് അനീഷ്. അവിടെ പോയി തകർത്ത് തരിപ്പണമാക്കുമ്പോൾ പറയുകയാണ് അനീഷിന്റെ PR പറഞ്ഞു കൊടുത്തതുപോലെ ഗെയിം കളിക്കുന്നു എന്ന്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ കയറിയപ്പോൾ വെറുതെ പറഞ്ഞു ഞാൻ 2 ആഴ്ചത്തേക്കാണ് വന്നേക്കുന്നത്, എല്ലാ ഗെയിമിലും ഞാനും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആകെ പാനിക് ആയിപ്പോയി. അതിൽ തന്നെ 2 ആഴ്ചത്തേക്ക് വരുന്നത്. നിങ്ങൾ ആരാ? നിങ്ങൾ 2 ആഴ്ച അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അനീഷിന് എന്ത് കുഴപ്പമാണ്? നിങ്ങളുടെ വിചാരമുണ്ട് നീ വലിയൊരു സംഭവം എന്നാണ് സാബു നിന്റെ വിചാരം. സാബു വിചാരിച്ചത് അവൻ വലിയ എന്തോ ഒരു സംഭവം എന്നാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഒരു കാര്യം പറയുകയാണ്. സാബുവിനെ ഞാൻ നീന്ന് വിളിക്കുന്നത് ഈ ഒരു പ്രതിഷേധത്തിന് മാത്രമാണ്. ഓക്കെ, അയാളെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. അതായത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന, അനുമോളുടെ കയ്യിൽ നിന്ന് അദ്ദേഹമാണോ 16 ലക്ഷം മേടിച്ചത് എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ നീന്ന് വിളിക്കുന്നത്. എന്താണ് സാബു നീ പറയുന്നത്? നീ പറയുന്നതിൽ ഇത്തിരി ക്ലാരിറ്റി നിനക്കുണ്ടോ സാബു? നീ എവിടെ 2 ആഴ്ച നിന്നാൽ അനീഷിന് എന്ത് കുഴപ്പമാണ് സാബു ഉള്ളത്? നിന്റെ വിചാരം നീ വലിയ എന്തോ ഒരു സംഭവമാണെന്നാണ്. ഒരു പുണ്ണാക്കുമില്ല. സീസൺ 1 എങ്ങനെയോ വിജയിച്ചു എന്നാണ്. സീസൺ 1, അതായത് ബിഗ് ബോസിനെ പറ്റി മലയാളികൾക്ക് അറിയാത്തത് കൊണ്ട് ഈ സാധനം വിജയിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ വിചാരം വലിയ എന്തോ സംഭവം എന്നാണ്. നീ അവിടെ 2 ആഴ്ച അല്ല 10 ആഴ്ച വേണം നീ പുല്ലാണ്. അനീഷായി അവിടെ കളിക്കും. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അനീഷിന് ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെളിയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അനീഷിൻ്റെ ഇത്. കാരണം മോനെ സാബു, എന്തു അസൂയടാ തനിക്ക്? താൻ എന്ത് ചെയ്യണം? അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി അസൂയക്കുള്ള മരുന്ന് കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അനീഷിൻ്റെ ഗെയിമാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അങ്ങനെയുള്ള സാധാരണക്കാരൻ ബിഗ് ബോസിൽ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഈ പറയുന്ന സാബുവിനൊരു പുച്ഛം. അതാണ് സാബു. സാധാരണക്കാർക്കും വളരാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് അനീഷാണ് കാണിച്ചു തന്നത്. അതിനൊക്കെ നീയൊക്കെ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് സാബു ഉള്ളത്? ഓക്കെ, സാബു പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങളുടെ ഒരാൾ വന്ന് 20 പ്രാവശ്യം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വന്തം അച്ഛനമ്മമാർ പോലും ആയിക്കോട്ടെ സഹിക്കാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ ബ്രെയിൻസ് അങ്ങനെയാണ്. പക്ഷെ പുള്ളിയുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു വര ഞാൻ പറഞ്ഞത് നടക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് അത് ചെയ്യരുതെന്ന് പറഞ്ഞു ഇതിനകത്ത്. എടാ സാബു, അത് ബിഗ് ബോസ് വീടാണോ കല്യാണ വീടാണോ? അവിടെ 20 വട്ടമല്ല 100 വട്ടം വേണമെങ്കിലും പറയും. അത് പ്രൊവോക്കിംഗ് ഗെയിമാണ്. നീയൊക്കെ ബിഗ് ബോസിലേക്ക് പോയതല്ലേ, നിനക്കൊക്കെ അറിയില്ലേടാ ബിഗ് ബോസിന്റെ ഗെയിം എന്താണെന്ന്? ഇവ പറയുകയാണ് ചങ്ങായി അവിടെ 20 വട്ടം പറയുന്നു എന്ന്.
അത് ഗെയിമാണ്, അതിനെ സഹിക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി. ബാക്കിയുള്ളവർക്കും അങ്ങനെ പറഞ്ഞുകൂടി. ഇപ്പോൾ അനീഷ് 20 വട്ടം പറയുന്നു എന്ന് അവിടെയുള്ള ആര്യന് പറയാം, അക്ബറിന് പറയാം, ഷാനവാസിന് പറയാം, വേറെ ഉള്ള എല്ലാവർക്കും 20 വട്ടം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ? അവർ എന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു? അനീഷ് 20 വട്ടം പറയുന്നുണ്ടെങ്കിൽ അവർ 30 വട്ടം പറയണം, അതാണ് ഗെയിം. എന്തെന്നാണ് സാബു നീ പറയുന്നത്? നീ ബിഗ് ബോസ്, ഇവനൊക്കെ ആര് ബിഗ് ബോസിൽ വിജയിപ്പിച്ചു? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. കോമണർ എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് എ കോമണർ. 17 വയസ്സിൽ പിന്നെ ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള, പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റൻ്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളെങ്ങനെയാണ് കോമണർ ആകുന്നത്? ഗവൺമെൻറ് ജോലിയുണ്ട്, എങ്ങനെ കോമണർ ആകുന്നത്? ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പോൾ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് നമ്മളിൽ ഒരുത്തനാണ്. എടാ സാബു, നിന്നോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അനീഷ് കോമണർ അല്ലെങ്കിൽ അനീഷിനൊരു ആക്ടറായിട്ടാണ് ബിഗ് ബോസ് വിളിക്കേണ്ടത്. ഇദ്ദേഹം കോമണർ അല്ല, ഇദ്ദേഹം ഒരു ആക്ടറാണ്. അതായത് ഇരിക്കട്ടെ, ആക്ടറാണ്. അനീഷിനെ ബിഗ് ബോസ് വിളിച്ചത് കോമണറായിട്ടാണ്. അപ്പോൾ അനീഷിൻ്റെ പേര് അറിയപ്പെടുന്നത് കോമണർ എന്നാണ്. ഇവൻ പറയുകയാണ്, അതായത് സാബു പറയുകയാണ് അനീഷ് കോമണർ അല്ല. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് അനീഷിനെ കോമണറായി വിളിച്ചത്? ഇതിനുള്ള ഉത്തരം സാബു നീ തരണം. ഓക്കെ, സാബു പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ സാധാരണക്കാരനല്ലല്ലോ പുള്ളി. കാരണം അയാൾ ഓൾറെഡി 70 ദിവസം മുതൽ ഈസ് എ സെലിബ്രിറ്റി നോ. ഇനി ഞാൻ പറഞ്ഞ എല്ലാം മാറ്റി വയ്ക്കും. ഈസ് എ സെലിബ്രിറ്റി നോ. അപ്പോൾ എന്താണ്, ഈ മനുഷ്യരെ മുഴുവൻ മുതലെടുത്തുകൊണ്ട് അവരുടെ ജീവിതം കൊത്തിപ്പറിച്ച് പിന്നെ ചെയ്യാൻ വേണ്ടി അവിടെ എവരിഡേ ഈ പുള്ളി ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എടാ സാബു, നീ മണ്ടനാണോ മണ്ടനായി അഭിനയിക്കുന്നതാണോ? നീ പറഞ്ഞു അനീഷ് നിലവിൽ സെലിബ്രിറ്റിയാണ്, ശരിയാണ്. 70 ദിവസം അനീഷ് അവിടെ നിന്നുകൊണ്ട് അനീഷ് സെലിബ്രിറ്റിയായി. പക്ഷേ അനീഷ് കയറിയത് കോമണറായിട്ടാണ്. പിന്നീട് അനീഷിൻ്റെ കഴിവ് കൊണ്ട്, അനീഷിൻ്റെ ഗെയിം പാവപ്പെട്ട ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അനീഷ് നിലവിൽ സെലിബ്രിറ്റി ആയതും 70 ദിവസം നിന്നതും. മോനെ സാബു, നിന്നോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇത് മലയാളികൾ തിന്നുന്നത് ചോറാണ്, മണ്ണല്ല. അതുകൊണ്ട് ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവരെയാണ് മലയാളികൾ സെലക്ട് ചെയ്യുന്നത്. സാബു, മോനെ സാബു, ഒരു ചോദ്യം കൂടി. മോനെ സാബു, അതായത് കുറേ പേര് സിനിമ എടുത്തിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സിനിമ ഇറക്കുന്നുണ്ട്. 20 കോടി, 50 കോടി, 100 കോടി ചെലവാക്കി സിനിമ ഇറക്കുന്നുണ്ട്. സിനിമയുടെ റിസൾട്ട് പരാജയമാണ്. കാരണം എന്താണ്? മലയാളികൾ സെലക്ട് ചെയ്യുന്നത് 20 ലക്ഷത്തിൻ്റെ പടമാണെങ്കിലും 20 കോടിയുടെ പടമാണെങ്കിലും അത് നല്ലതാണെങ്കിൽ മാത്രമേ മലയാളികൾ സെലക്ട് ചെയ്യൂ. അവിടെ പൈസ കുറവ്, പൈസ കൂടുതൽ മലയാളികൾ നോക്കുന്നില്ല സാബു. മോനെ സാബു, ഇവിടെ അനീഷിൻ്റെ ഗെയിം കണ്ടിട്ടാണ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലാതെ അദ്ദേഹം സാധാരണക്കാരനാണ്, കോമണറാണ്, അങ്ങനെയല്ല സാബു. മോനെ സാബു, ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറയാൻ. നീ കണ്ടിനോ സാബു? സാബു കുറേ പറയുന്നുണ്ടല്ലോ, അതായത് കോമണറായി പോയി, അനീഷിൻ്റെ പ്ലാനൊക്കെ PR പറഞ്ഞു കൊടുത്തു. നീ കണ്ടിനോ സാബു? ഇതിനുള്ള മറുപടി നീ തരണം സാബു. അപ്പോൾ ഏതായാലും ഞാൻ ഫൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.